السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് കുറഞ്ഞ സമയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ തടസ്സമാകുന്ന ചില കാര്യങ്ങളാണ്. നമുക്കറിയാം, ഏറ്റവും സുപ്രധാനമായൊരു ഇബാദത്താണ് അള്ളാഹുവിനോട് നടത്തുന്ന ദുആ, പ്രാർത്ഥന എന്നുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അഫ്ദലുൽ ഇബാദതി അദ്ദുആ. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇബാദത്ത് ദുആയാണ് എന്ന് പറഞ്ഞു. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. അപ്പൊ ദുആ ചെയ്താൽ ഉത്തരം നൽകും എന്ന് അല്ലാഹു തആല നൽകുന്ന വാഗ്ദാനമാണ്. അപ്പോ അല്ലാഹു തആല നൽകുന്ന ഈ വാഗ്ദാനം ചില കാരണങ്ങൾ കൊണ്ട് ദുആ ചെയ്യുന്ന ആളുകൾക്ക് ഉത്തരം കിട്ടുന്നില്ല. അവർ ചോദിച്ച അതേ കാര്യങ്ങൾ കിട്ടാത്തതിനുള്ള കാരണങ്ങളുണ്ട്. പ്രാർത്ഥനയ്ക്ക് തീരെ ഫലമില്ലാതെ പോകുന്നതിനും കാരണങ്ങളുണ്ട്. നമ്മളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകളാണ്. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന ആളുകളാണ്. അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിയോടും ദുആ ചെയ്യാൻ പാടില്ല. അവർ മുശ്രിക്കുകളാണ്. അള്ളാഹു അല്ലാത്ത ആരുമാകട്ടെ, അത് എത്ര വലിയ ആളുകളാണെങ്കിലും, നബിയാണെങ്കിലും മലക്കാണെങ്കിലും ജിന്നാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും സാലിഹുകളാണെങ്കിലും ശുഹദാക്കളാണെങ്കിലും ആരാണെങ്കിലും മലക്കുകളാണെങ്കിലും ഒക്കെ അള്ളാഹു അല്ലാത്ത ഏതൊരു സൃഷ്ടിയാകട്ടെ, അവരോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും ഗുരുതരമായ ചിന്മയാണ്. നമുക്കറിയാം, അല്ലാഹു തആലയോട് ദുആ ചെയ്യണം, നിരന്തരം ദുആ ചെയ്യണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് അല്ലാഹു തആല എത്രയോ ആയത്തുകളിലൂടെ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നിരന്തരം പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സഅല അഹദുക്കും ഫല്യുക്സിർ, നിങ്ങൾ റബ്ബിനോട് ചോദിച്ചാൽ ധാരാളമായി ചോദിക്കുക. ഫഇന്നമാ യസ്അലു റബ്ബഹ്, അവനവന്റെ റബ്ബിനോടാണ് ചോദിക്കുക. അതുകൊണ്ട് എത്രയും ചോദിക്കാം, എപ്പോഴും ചോദിക്കാം, ചോദിച്ചുകൊണ്ടേയിരിക്കാം. അള്ളാഹുവിന് ചോദിക്കുക എന്നുള്ളതാണ് ഇഷ്ടം, ചോദിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് വെറുപ്പാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച് നമുക്കറിയാം. ഇവിടെ നിരന്തരം അള്ളാഹു തആല അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറയുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിനത് ഇഷ്ടമില്ല. മല്ലം യസ്അലി ലാ യഗ്ദബ് അലൈഹി, ആരെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ലെങ്കിൽ, പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അത് അള്ളാഹുവിന് വെറുപ്പാണ്, അവനോട് അവൻ കോപിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞത് പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ്. പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല അസ്തജിബ് ലക്കും, ഉത്തരം നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. മവാനിഉ ഇജാബത്തി ദുആ എന്ന് പണ്ഡിതന്മാർ പറയും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള തടസ്സങ്ങൾ നമ്മളത് പരിശോധിക്കണം. റബ്ബിനോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല? ഈ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് നമ്മൾ തിരുത്തേണ്ട വിഷയം തിരുത്തണം. ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചിലത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അത് പറയാം. ഒന്നാമത്തെ ഒരു കാര്യം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ളൊരു കാരണം അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന ദുആ ആയിരിക്കും എന്നുള്ളതാണ്. പ്രാർത്ഥന മനസ്സിൽ തട്ടി നിർവഹിക്കാൻ സാധിക്കണം. മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുക, ഉത്തരം കിട്ടും എന്ന് ഉറപ്പോടുകൂടി, എനിക്കെന്റെ റബ്ബ് ഉത്തരം നൽകും എന്ന ഒരു യഖീനോട് കൂടിയാണ് നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ,
അറിയണം, അല്ലാഹു തആല ഒരു ദുആ സ്വീകരിക്കുകയില്ല. എന്താണ് ദുആ? അശ്രദ്ധമായ, ശ്രദ്ധയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് വരുന്ന ദുആ, അതിന് അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്ന് നിങ്ങൾ അറിയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം, റബ്ബിനോട് ചോദിക്കുന്ന കാര്യം മനസ്സിൽ തട്ടി ചോദിക്കണം, മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ അറബിയിലുള്ള ചില അൽഫാദുകൾ ചിലപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ചൊല്ലുന്നുണ്ടാകും. എന്താണ് ഈ പറയുന്നത് നമ്മൾ അറിയണം. റബ്ബിനോട് ചോദിക്കുന്നത്, അതിന്റെ ആശയം എന്താണ്, ഞാൻ എന്താണ് ഈ റബ്ബിനോട് ചോദിക്കുന്നത് എന്ന കാര്യം നമ്മൾ അറിഞ്ഞു ചോദിക്കണം. മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ അത് ഉത്തരം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണമാണ്. നമുക്കൊരിക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഒരാളുടെ അടുത്തുകൂടെ നടന്നു പോയപ്പോ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ തന്നെ ഇങ്ങനെ കല്ല് വെച്ചിട്ട് അയാൾ ഇങ്ങനെ കൈകൊണ്ട് കളിക്കുന്നുണ്ട്. അപ്പം കല്ലിൽ ഇങ്ങനെ കൈകൊണ്ട് കല്ലിൽ ഇങ്ങനെ ചരൽക്കല്ല് ഇങ്ങനെ കളിക്കുന്നതിനിടയിൽ ഇങ്ങനെ അയാൾ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ സബ്ബിജ്നി മിനൽ ഹൂറിൽ ഐൻ, സ്വർഗീയ സ്ത്രീകൾ എനിക്ക് ഭാര്യമാരായി നൽകണമേ എന്നയാൾ പ്രാർത്ഥിക്കുമ്പോൾ കയ്യിൽ കല്ല് പിടിച്ചിങ്ങനെ കളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. റബ്ബിനോട് ദുആ ചെയ്യണം, പക്ഷെ അയാളുടെ കയ്യിൽ ഈ പറഞ്ഞിട്ടുള്ള കല്ലുണ്ട്. ഇത് കണ്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറയാണ്, ബിഅ്സൽ ഖാതിബു അൻത, നീ എത്ര മോശം വിവാഹാലോചകനാണ്. നീ സ്വർഗീയ സ്ത്രീകളെ ഭാര്യമാരായി കിട്ടണമെന്ന പ്രാർത്ഥിക്കുന്നത്, പക്ഷേ നീ അശ്രദ്ധമായ രൂപത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അല അൽഖൈതൽ ഹസാദ്, ആ കല്ല് താഴെ വെച്ച് വഅഖ്ലസ്ത ഇലല്ലാഹി ദുആ, ആത്മാർത്ഥമായി അല്ലാഹുവിനോട് നിനക്ക് ദുആ ചെയ്തുകൂടെ. നമ്മൾ അതൊക്കെ മാറ്റി വെച്ച് ഒന്ന് ശ്രദ്ധയോടുകൂടി ദുആ ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നത് വലിയ കാര്യമായിരിക്കും, പക്ഷെ മറ്റെന്തോ ചിന്തിച്ച് മറ്റെന്തോ പ്രവർത്തിച്ച് അങ്ങനെയല്ല ദുആ ചെയ്യേണ്ടത്. അബ്ദുറസാഖ് അൽ ബദർ ഹഫിളഹുല്ല ഈ അസർ അതിന് തഅലീഖായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള മനോഹരമായ ഒരു വിഷയമുണ്ട്. എന്താ വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം ഫോണാണ്. ഫോണുമെങ്കിൽ ഓരോ കാര്യങ്ങൾ കളിക്കുന്നുണ്ടാകും, അതിനിടയിൽ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ടാകും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പറയാൻ യോജിച്ചത് ഷെയ്ഖ് പറയാണ്, അല അഗ്ലഖ്തൽ ജവ്വാൽ, നിനക്ക് ആ ഫോണൊന്ന് ഓഫാക്കി വെച്ച് വഅഖ്ലസ്ത ലില്ലാഹി സ്വാൽ, എന്നിട്ട് മര്യാദയ്ക്ക് അള്ളാഹുവിനോട് ഇഖ്ലാസോട് കൂടി ചോദിച്ചുകൂടെ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഇന്നുണ്ട്. ശരിയാണ്, ഇന്ന് കല്ലും ഇതൊന്നുമല്ല, നമ്മളിങ്ങനെ വലിയ വലിയ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പക്ഷെ നമ്മൾ മൊബൈലിൽ കളിക്കുകയായിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചിട്ടായിരിക്കും ദുആ ചെയ്യുന്നത്. അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പം ശരിക്കും നമ്മൾ അള്ളാഹുവിനോട്, പ്രത്യേകിച്ച് നിസ്കാരത്തിൽ എത്രയോ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു. നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദുആയാണ്. അള്ളാഹുവിനോട് എത്ര കാര്യങ്ങൾ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നതിനിടെ എത്ര കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. എത്രയോ മഹത്തരമായ കാര്യം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഏറ്റവും മഹത്തരമായ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ദുആയാണത്. ഇത് പറയുമ്പോൾ നമ്മൾ വേറെന്തോ നമ്മുടെ ബിസിനസിന്റെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ അള്ളാഹുവിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ മനസ്സിൽ തട്ടിയല്ല പറയുന്നത് പലരും. അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും ദുആ ചെയ്യാൻ അതിൽ നിസ്കാരത്തിൽ പഠിപ്പിക്കപ്പെട്ട ദുആകൾ തന്നെ ധാരാളമുണ്ടല്ലോ. അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോ അവിടെയൊക്കെ ഹൃദയത്തിൽ നിന്ന്, ശ്രദ്ധയുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന ദുആ ആകണം. എത്രയോ കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് പലപ്പോഴും അശ്രദ്ധയിലാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം അതാണ്. രണ്ടാമത്തെ ഒരു കാരണം അത്തവസ്സുഉ ഫിൽ ഹറാം, ഹറാമിൽ മുങ്ങിക്കുളിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യത ഏറെ കുറവാണ്. അതവന്റെ ഭക്ഷണം, അവന്റെ വെള്ളം, അവന്റെ വസ്ത്രം, അവന്റെ സമ്പാദ്യം, ഇതെല്ലാം ഹറാമാണ്. ഹറാമിലൂടെയാണ് അവൻ സമ്പാദിച്ചതെങ്കിൽ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു തടസ്സം. നമുക്ക് ഏറെ സുപരിചിതമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അല്ലാഹു എല്ലാ നിലക്കും പൂർണ്ണതയുള്ള നല്ലവനാണ്, അവൻ നല്ലതല്ലാതെ സ്വീകരിക്കുകയില്ല.
وإن الله تعالى أمر المؤمنين بما أمر به المرسلين അല്ലാഹു തആല വിശ്വാസികളോട് കൽപ്പിച്ചിരിക്കുന്നു അവന്റെ റസൂലുമാരോട് കൽപ്പിച്ച കാര്യം. എന്താണ് അല്ലാഹു അവന്റെ റസൂലുമാരോട് കൽപ്പിച്ചത്? അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ, റസൂലുമാരെ, കുലൂ മിനത്ത് ത്വയ്യിബാതി വഅമലൂ സാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. നിങ്ങൾ അല്ലാഹു ഹലാലാക്കിയ ഭക്ഷണം നിങ്ങൾ കഴിക്കുക. നിങ്ങൾ കഴിക്കേണ്ടത് ഹലാലായതാണ് എന്ന് റസൂലുമാരോട് അല്ലാഹ് പറഞ്ഞു. അതേ കാര്യം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെ വിളിച്ചും പറഞ്ഞു. ഖാല തആല യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് ഹലാലായത് നിങ്ങൾ തിന്നണം എന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ടും അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശനായി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞു. ثم ذكر الرجل يطيل السفر أشعث أغبر. അയാൾ മുടി ചട കുത്തിയിട്ടുണ്ട്, ശരീരത്തിൽ ചളി പുരണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരാൾ യമുദ്ദു യദൈഹി ഇലസ്സമാ. നമുക്കറിയാം, സുപരിചിതമായ ഹദീസാണ്. ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അദ്ദേഹം യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ച് ദുആ ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമതഅമുഹു ഹറാം, അയാളുടെ ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അയാൾ കുടിച്ചത് ഹറാമാണ്. വമൽബസുഹു ഹറാം, അയാൾ ധരിച്ചത് ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമിലാണ് അയാൾ വളർന്നിട്ടുള്ളത്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, പിന്നെ എങ്ങനെ അയാൾക്ക് ഉത്തരം കിട്ടാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തീരെ ഉത്തരം കിട്ടൂല എന്നല്ല, ഈ പ്രയോഗത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് തീരെ ഉത്തരം കിട്ടൂല എന്നല്ല, ഫഅന്നാ യുസ്തജാബു ലി, അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ് എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടാനുള്ള സാധ്യത ഏറെ കുറവാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു. ഇദ്ദേഹം ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള പാലിക്കപ്പെടേണ്ട പല മര്യാദകളും നടത്തിയിട്ടുണ്ട്. ഒന്നയാൾ യാത്രക്കാരാണ്, ദീർഘദൂരം യാത്രക്കാരാണ്. ദുആഉൽ മുസാഫിർ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു വിഭാഗമാണ് ആര്? യാത്രക്കാരന്റെ പ്രാർത്ഥന. അതേപോലെ തന്നെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഒരു പൊതുമര്യാദയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അള്ളാഹുവിലേക്ക് ഉയർത്തിയ കരങ്ങൾ അള്ളാഹു തആല വെറുതെ ശൂന്യമാക്കി വിടുകയില്ല. അപ്പോ അതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു കാരണമാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ രൂപം, മുടി ജടകുത്തിയ രൂപം, ചില അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ചില റുബ്ബ അശ്അസ മദ്ഫൂഇൻ ബിൽ അബ്വാബ് ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, മുടി ജടകുത്തിയ ആളുകൾക്കിടയിൽ പ്രത്യേകിച്ച് സ്ഥാനമില്ലാത്ത ആളുകൾ, അവർ അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചാൽ അവർക്ക് അള്ളാഹു ഉത്തരം കൊടുക്കും. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു രൂപത്തിൽ അതുണ്ട്. പിന്നെ യാ റബ്ബി യാ റബ്ബി, അള്ളാഹുവിന്റെ നാമം വെച്ചുകൊണ്ടാണ് അയാൾ വിളിക്കുന്നത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അതിനെ ആവർത്തിച്ച് വിളിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്കുടെ പല മര്യാദകളിൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള പല സാധ്യതകളും അയാൾ ദുആയിലുണ്ട്. പക്ഷേ അയാൾക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു തടസ്സം എന്താണ്? അയാളുടെ സമ്പാദ്യം ഹറാമാണ്, തിന്നത് ഹറാമാണ്, കുടിക്കുന്നതും ഹറാമാണ്. അയാൾ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള മറ്റു കാരണങ്ങൾ ഉണ്ടായിട്ട് കൂടി അദ്ദേഹത്തിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണം സമ്പാദ്യം ഹലാലായ മാർഗത്തിലൂടെയല്ല, അയാൾ തിന്നതും കുടിക്കുന്നതും അല്ലാഹ് ഹറാമാക്കിയതാണ് എന്നുള്ളതാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സമ്പാദ്യത്തിൽ ഒരു അണു അളവ് അല്ലെങ്കിൽ ഒരു അണ, ഒരു രൂപ ഹറാമായ സമ്പാദ്യമില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അതേ നമ്മൾ തിന്നാവൂ, അതേ നമ്മൾ കുടിക്കാവൂ, നമ്മുടെ വസ്ത്രം അങ്ങനെയാകണം. അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ കാര്യം അങ്ങനെ തന്നെ. നമ്മൾ ഈ രൂപത്തിൽ ഹറാമ് സമ്പാദിച്ച് മക്കൾക്ക് അത് തിന്നാൻ കൊടുത്താൽ അവരുടെ ജീവിതത്തെ അത് ബാധിക്കും, അവരുടെ തർബിയത്തിന് അത് ബാധിക്കും. മഹാന്മാരായ സലഫുകൾ അവരുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ ജോലിക്ക് പറഞ്ഞേക്കുമ്പോൾ പറയാറുണ്ട്, ഇന്ന നസ്ബിറു അലാ അൽ ജൂഅ, ഞങ്ങൾ വിശപ്പ് സഹിക്കാൻ തയ്യാറാണ്, പക്ഷെ ഞങ്ങൾക്ക് വലാ നസ്ബിറു അലന്നാർ, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് സമ്പാദിക്കുമ്പോൾ ഹറാമായത് കൊണ്ടുവരരുത്, പട്ടിണി കിടന്നാലും ഹറാം ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറയുന്ന
മഹദികളായ സാലിഹത്തായ സ്ത്രീകൾ മുൻകാലത്തുണ്ടായിരുന്നു. ശരിക്കും ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോ ഹലാലായതായിരിക്കണം നമ്മുടെ സമ്പാദ്യം. അത് വളരെ ഗൗരവമുള്ള വിഷയം. നമുക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു അടിമയുണ്ടായിരുന്നു. അടിമയുടെ അയാൾ സമ്പാദിച്ചുണ്ടാക്കുന്ന സ്വത്ത് അദ്ദേഹത്തിന്റെ യജമാനന് എടുക്കാം. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു സാധനം അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിച്ചു, തിന്നു. അപ്പോ ഈ അടിമ അബൂബക്കറിനോട് ചോദിക്കുകയാണ്, അതദരി മാ ഹാദാ, താങ്കൾ ഈ കഴിച്ചത് എന്താണ് എന്ന് താങ്കൾക്ക് അറിയുമോ? അബൂബക്കർ, എന്താണ് ആ കാര്യം? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയാണ്, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ജ്യോത്സ്യപ്പണി ചെയ്യാറുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ജ്യോത്സ്യപ്പണി എന്ന് പറഞ്ഞ സാധനം അറിയില്ല. ഞാൻ ചതിച്ചുണ്ടാക്കിയ ഒരു സമ്പാദ്യമാണ്. അങ്ങനെ കിട്ടിയ ഒന്നാണിത് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം ഈ കൊണ്ടുവന്നത് അനുവദിക്കപ്പെട്ട ഒന്നല്ല. അത് അബൂബക്കർ എടുത്തു തിന്നു. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ സമ്പാദിച്ചതാണ് എന്നുള്ളത്. അറിയാതെ സംഭവിച്ചത്. നമ്മൾ ചിന്തിക്കണം. അറിഞ്ഞിട്ട് തിന്നതല്ല, നമ്മൾ ശരിക്കും അറിയാതെ തിന്നാൽ ഇതിന് കുറ്റമല്ല. ശരിക്കും അറിയാതെ അനുവദിക്കപ്പെട്ട അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്ന ഒരു സ്വത്തിൽ നിന്നിട്ട് തിന്നതാണ്. അങ്ങനെ അറിയാതെ തിന്നു കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് അനുവദിക്കപ്പെട്ട രൂപത്തിൽ സമ്പാദിച്ചതല്ല എന്നറിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറ്റമല്ല. ശരിക്കും പറഞ്ഞാൽ അറിയാതെ തിന്നാണല്ലോ. പക്ഷെ അദ്ദേഹം ചെയ്ത കാര്യം, അദ്ദേഹത്തിന്റെ കൈ വായിലേക്കിട്ടു. വയറ്റിലുള്ളതെല്ലാം ഛർദിച്ചു. സുബ്ഹാനല്ലാഹ്, ഫുള്ള് ഛർദിച്ചു. വേറെ ചില റിവായത്തിലുള്ളത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, യർഹമുക്കല്ലാഹ് കുല്ലു ഹാദാ മിൻ അജ്ലി ഹാദിഹിൽ ലുഖ്മ, ഒരു ഉരുളയല്ല തിന്നിട്ടുള്ളൂ, ഇതിനു വേണ്ടിയിട്ടാണ് വയറ്റുള്ളത് മൊത്തം ഛർദിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ലൗ ലം തഖ്റുജ് ഇല്ലാ മഅ നഫ്സി ലഅഖ്റജ്തുഹാ, ഞാൻ ഛർദിച്ചിട്ട് എന്റെ ഹൃദയം പുറത്തേക്ക് വന്നാലേ ആ ഉരുള പുറത്തേക്ക് വരുള്ളെങ്കിൽ ഞാൻ അത് പുറത്തേക്ക് എടുക്കുമായിരുന്നു. അതിനുപോലും അതിന് പറയാനുള്ള കാരണം ശേഷം പറയുന്നുണ്ട്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, കുല്ലു ജസദിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഏതൊരു ശരീരവും ഹറാമിലൂടെയാണ് വളർന്നതെങ്കിൽ ആ ശരീരത്തിന് ഏറ്റവും യോജിച്ചത് നരകമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഖശീതു അൻ യംബുത ശൈഉൻ മിൻ ജസദി മിൻ ഹാദിഹിൽ ലുഖ്മ, ഈ തിന്ന ഉരുളയിൽ നിന്ന് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഈ തിന്ന ഉരുളയിൽ നിന്ന് എന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വളർന്നു വന്നാൽ അത് എനിക്ക് പേടിയാണ്. ആ ഉരുള അതിലൂടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വളർച്ച ഉണ്ടായാൽ അതെനിക്ക് പേടിയാണ്. അതുകൊണ്ട് അത് ആ വയറ്റിൽ നിൽക്കാൻ സമ്മതിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതാണ് ഛർദിച്ചു. അത് നോക്ക്, സലഫുകൾ എത്രത്തോളം ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നു നമ്മൾ ചിന്തിക്കണം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് ഹറാമായ സമ്പാദ്യമാണ്. ശരിക്കും നമ്മളത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഗൗരവപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു തടസ്സം അലിസ്തിഅജാലു വതർക്കു ദുആ, ധൃതി കാണിക്കാൻ. നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ കിട്ടണം എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടുള്ളൂ. ധൃതി കാണിച്ചാൽ അവർക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, യുസ്തജാബു ലി അഹദികും, നിങ്ങളിൽ ഒരുത്തൻ ദുആ ചെയ്താൽ അവൻ ഉത്തരം കിട്ടും. മാലം യഅജൽ, അവൻ ധൃതി കാണിക്കാത്തയിടത്തോളം കാലം. ധൃതി കാണിച്ചാൽ ഉത്തരം കിട്ടില്ലെന്നതിന്റെ അർത്ഥം. ചില ആളുകൾ അങ്ങനെയാണ്, ദഅഉതു ഫലം യുസ്തജബ് ലി, ഞാൻ കുറെ ദുആ ചെയ്തു പക്ഷെ എനിക്ക് ഉത്തരമില്ല, കിട്ടിയിട്ടില്ല. ചില ആളുകൾ പറയും, ചില റിവായത്തിൽ അങ്ങനെ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, ലാ യസാലു യുസ്തജാബു ലിൽ അബ്ദ്, ഒരടിമക്ക് ഉത്തരം ലഭിച്ചുകൊണ്ടേയിരിക്കും, മാലം യദ്ഉ ബിഇസ്മിൻ ഔ ഖതിഅതി റഹിമിൻ, മാലം യസ്തഅജിൽ, ധൃതി കാണിക്കാതെ.
കുടുംബബന്ധം മുറിക്കണം എന്ന വിഷയം പ്രാർത്ഥനയിൽ വരാതെ ഒരു കുറ്റകരമായ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാതെ പ്രാർത്ഥിച്ചാൽ അവൻ ധൃതി കാണിക്കുന്നില്ലെങ്കിൽ അവൻ ഉത്തരം കിട്ടും. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൽ ഇസ്തിഅജാൽ, എന്താണ് ഈ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. യഖൂൽ, ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഖദ് ദഅഉതു വഖദ് ദഅഉതു, ഞാൻ ഇങ്ങനെ കുറെ പ്രാർത്ഥിച്ചു, ഫലം അറ യസ്തജീബു ലി, പക്ഷെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതായി എനിക്ക് കാണുന്നില്ല, ഞാൻ കാണുന്നില്ല. ഫയസ്തഹ്സിറു ഇൻദ ദാലിക് വയദഉ ദുആ, അങ്ങനെ അയാൾ പ്രാർത്ഥന നിർത്തിവെക്കും, എന്നിട്ട് പ്രാർത്ഥന ഉപേക്ഷിക്കും. എത്രയോ ആളുകളുണ്ട് കുറേ പ്രാർത്ഥിച്ചു, ഞാൻ പിന്നെ പ്രാർത്ഥിക്കൽ നിർത്തി എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, ഇതൊരു തടസ്സാണ്. ധൃതി കാണിക്കരുത്. അല്ലാഹു തആലയോട് നമ്മൾ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥനയെ തന്നെ, പൊതുവെ റസൂലിന്റെ ഒരു പ്രാർത്ഥനയുടെ ശൈലിയാണത്, കാന ഇദാ ദഅ സലാസൻ, 3 പ്രാവശ്യം പ്രാർത്ഥിക്കും. ഒരു പ്രാർത്ഥനയിൽ തന്നെ പലതും 3 വട്ടം ദുആ ചെയ്യും. ദുആയുടെ ഒരു മര്യാദയാണ് 3 വട്ടം ദുആ ചെയ്യാന്നുള്ളത്. അപ്പൊ ധൃതി കാണിക്കരുത്. നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞില്ല, മിൻ അൻഫഇൽ അദ്വിയ, നമ്മുടെ ഏത് പ്രശ്നത്തിനുമുള്ള ഏറ്റവും ഫലപ്രദമായ പരിഹാരം അൽ ഇൽഹാഉ അലല്ലാഹ്. ഇൽഹാ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക, നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമുക്കതിലൊരു നഷ്ടമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ തവണ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇബാദത്താണ് ചെയ്യുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഈ പറഞ്ഞ ഹദീസ് ഒരാൾ ജീവിതത്തിൽ പകർത്തിയാൽ, ഏത് ഹദീസ്, ധൃതി കാണിക്കാത്തടത്തോളം കാലം ഒരാൾക്ക് ഉത്തരം കിട്ടും എന്ന് മനസ്സിലാക്കി അയാൾ ധൃതി കാണിക്കാതെ അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അവിടെ അയാൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അയാളുടെ ജീവിതത്തിൽ, അയാളുടെ ഹൃദയത്തിന് വലിയ മാറ്റം സംഭവിക്കും. എന്ന് പറഞ്ഞാൽ ഒന്ന് സബറാണ്, അയാൾക്കൊരു പ്രശ്നമുണ്ട്, ഒരു ആവശ്യമുണ്ട്, റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 1 മാസമല്ല, 1 വർഷമല്ല, ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ തവണ അയാൾ പ്രതീക്ഷയോടുകൂടി അയാൾ ദുആ ചെയ്യുമ്പോൾ അയാളൊരു സബർ എന്ന് പറയുന്ന, ക്ഷമ എന്നൊരു പറയുന്ന ഹൃദയത്തിനുണ്ടാകുന്ന ഒരു വലിയ ഗുണം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയാണ്. പിന്നെ ഓരോ തവണ നമ്മൾ ദുആ ചെയ്യുമ്പോഴും പ്രതീക്ഷ, അള്ളാഹുവിന്റെ പ്രതീക്ഷയുണ്ട്. അത് മറ്റൊരു ഇബാദത്തിന്റെ റുക്നാണ് റജ. അതേപോലെ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നു, മോശം വിചാരിക്കുന്നില്ല. റബ്ബെനിക്ക് തരേണ്ട സമയത്ത് തരും, റബ്ബിനെ കുറിച്ച് ഒരിക്കലും മോശം വിചാരിക്കുന്നില്ല. അതേപോലെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, അസ്സിലതു ബില്ലാഹ്, ഒരു തവണ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഒരു ഇബാദത്താണ്. ഓരോ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. മടി കാണിക്കേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പൊ നോക്ക്, സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത ചില ആളുകൾ ഇപ്പം ഇങ്ങനെയൊക്കെ നിരാശപ്പെട്ട് പ്രാർത്ഥന നിർത്തിയ ആളുകൾ, ചിലപ്പോൾ മക്കളുടെ വിഷയത്തിലാകാം, സാമ്പത്തികമാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ പല ആഗ്രഹങ്ങളാകാം, അത് കിട്ടുന്നില്ല. വർഷങ്ങളോളം ദുആ ചെയ്തിട്ട് കിട്ടുന്നില്ല. നമ്മൾ പ്രതീക്ഷ നിർത്തരുത്. എന്താ കാര്യം? ചില സലഫുകൾ പറഞ്ഞതുപോലെ, എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ പേടി, മറിച്ച് പ്രാർത്ഥന തന്നെ എനിക്ക് തുടരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ പ്രാർത്ഥന അത് നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ. അത് നഷ്ടപ്പെടുമോ, പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് ഞാൻ പേടിക്കുന്നത് എന്നാണ്. കുറെ ഉത്തരം കിട്ടാതെ നിൽക്കുമ്പോൾ പിന്നെ പ്രാർത്ഥന നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് എന്റെ പേടി എന്നാണ് പറഞ്ഞതിന്റെ ആശയം. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ റബ്ബിനോട് ചോദിച്ച അതേ കാര്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നേർക്കുനേരെ അതിന്റെ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ, ഉടനടി കിട്ടുന്നില്ലെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും റബ്ബിനോട് ചോദിക്കുക, പ്രതീക്ഷ കൈവിടാതെ, മടുപ്പ് വരാതെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, യുസന്നു ഇന്തിളാറു ദാഇ അൽ ഇജാബ, പ്രാർത്ഥിക്കുന്നവൻ ഉത്തരം പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഫസുആലുഹു ഇബാദ, അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് ഇബാദത്താണ്. വൻതിളാറുൽ ഫറജി ഇബാദത്തുൻ ഉഖ്റ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളത് മറ്റൊരു ഇബാദത്താണ്. അപ്പൊ നമ്മൾ ദുആ ചെയ്തു, അത് ഇബാദത്താണ്.
പിന്നെ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാൻ, ആ കാത്തിരിപ്പ് പോലും ഇബാദത്താണ്. അപ്പൊ ഒന്നും നഷ്ടമല്ല, നമ്മൾ ഇബാദത്തിൽ തന്നെ തുടരുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, ഒരിക്കലും മടുപ്പ് വരരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കണം നിർത്തിയിട്ടുണ്ടാകും, അല്ലെ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് പരിചയം ഉണ്ടാവും. നമ്മൾ അവരോട് പറയണം ഈ പറഞ്ഞിട്ടുള്ളത്. ധൃതി കാണിച്ചാൽ അള്ളാഹു ഉത്തരം കൊടുക്കൂല, അള്ളാഹു പരീക്ഷിക്കായിരിക്കും. മുവരിഖുൽ അജ്ലി റഹ്മത്തുള്ളാഹി മഹാനായ താബിഈയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകം കാണാം, സഅൽതു റബ്ബി ഹാജതൻ 20 സന. ഞാൻ എൻ്റെ റബ്ബിനോട് 20 വർഷം ഒരു കാര്യം ചോദിച്ചു. 20 വർഷമാണ് ഒരു കാര്യം ചോദിച്ചത്. 20 വർഷം നമ്മൾ ആലോചിച്ച് നോക്കി, 20 വർഷം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഫമൻ ഖലത്ലി, അദ്ദേഹം പറയുന്നത് ഇതുവരെ എനിക്ക് ആവശ്യം പൂർത്തിയായി കിട്ടിയിട്ടില്ല. 20 വർഷം ചോദിച്ചിട്ടും എനിക്ക് എന്തിട്ടില്ല, ആവശ്യം നടപ്പിലായിട്ടില്ല. വലാ യഇസ്തു മിൻഹാ, അദ്ദേഹം പറയുന്നത് പക്ഷെ എനിക്കൊരു നിരാശയില്ല. 20 വർഷം ദുആ ചെയ്തിട്ടും എനിക്കൊരു നിരാശയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയായിരുന്നു മഹാന്മാരായ സലഫുകൾ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ധൃതി കാണിക്കരുത്, അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ധൃതി കാണിക്കുക എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള മറ്റൊരു തടസ്സമാണ്. അതേപോലെ തന്നെ മറ്റൊരു തടസ്സമാണ് നമ്മൾ ചെയ്യുന്ന തിന്മകൾ. നമ്മൾ ചെയ്യുന്ന തിന്മകൾ എന്ന് പറയുമ്പോൾ അള്ളാഹ് വിലക്കിയ കാര്യങ്ങൾ ചെയ്യുക, തെറ്റുകൾ. അള്ളാഹ് വിലക്കിയ കാര്യങ്ങൾ ചെയ്താൽ അത് തെറ്റാൻ. അതേപോലെ തന്നെ അള്ളാഹ് നിർബന്ധമായി ചെയ്യണമെന്ന കാര്യം ചെയ്യാതിരിക്കലും തെറ്റാൻ. ഇതിലൊക്കെ വീഴ്ച വരുത്തിയാൽ അത് നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ തടസ്സമാണ്. ചില സലഫുകൾ പറഞ്ഞത് കാണാം, ലാ തസ്തബ്തി അൽ ഇജാബ വഖദ് സദദ്ത തരീഖഹാ ബിൽ മആസി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല, കുറെ പ്രാർത്ഥിച്ചു, എന്താണ് ഉത്തരം കിട്ടാത്തത് എന്ന് നീ ചിന്തിക്കണ്ട. കാരണം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള വഴികളൊക്കെ നീ തിന്മകൾ ചെയ്തുകൊണ്ട് അടച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന തിന്മകൾ, അതിന് അള്ളാഹു ശിക്ഷ നൽകുക എന്ന് പറഞ്ഞാൽ പല രൂപത്തിലായിരിക്കും. ചിലപ്പോ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകാതിരിക്കും. ഒരു കവി പറഞ്ഞതുപോലെ, നഹ്നു നദ്ഉൽ ഇലാഹ ഫീ കുല്ലി കർബിൻ, നമ്മളെല്ലാ പ്രയാസങ്ങളിലും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ثم ننساه عند كشف الكروب, പിന്നീട് ആ പ്രയാസം അങ്ങ് നീങ്ങിപ്പോയാൽ നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നു. كيف نرجو إجابة لدعاء قد سددنا طريقها بالذنوب. നമ്മൾ ചെയ്യുന്ന ദുആക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? ഉത്തരം കിട്ടാനുള്ള വഴികളെല്ലാം നമ്മൾ തിന്മകൾ നിറച്ചുകൊണ്ട്, തിന്മകൾ ചെയ്തുകൊണ്ട് അടച്ചിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന തിന്മകൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള മറ്റൊരു തടസ്സമായിരിക്കും എന്നും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പൊ തിന്മകൾ നമ്മുടെ ജീവിതത്തെ ആ രൂപത്തിൽ എന്ത് ചെയ്യും, സ്വാധീനിക്കും, ആ രൂപത്തിൽ നമ്മളെ ബാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു തടസ്സമാണ് അൽ ഹിക്മത്തുർ റബ്ബാനിയ, റബ്ബിന്റെ ഒരു ഹിക്മയായിരിക്കും. നമ്മൾ ചോദിച്ച അതേ കാര്യം കിട്ടാതിരിക്കാൻ നമ്മൾ ചില കാര്യം റബ്ബിനോട് ചോദിക്കുകയാണ്. നമുക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അസുഖമുണ്ട്. നമുക്ക് അയ്യൂബ് അലൈഹിസ്സലാം, അദ്ദേഹം എത്ര വർഷമാണ് രോഗിയായി കിടന്നത് അറിയോ? എത്ര വർഷം? 18 വർഷം. ഒരു നബി 18 വർഷം രോഗിയായി കിടന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ അദ്ദേഹത്തെ ഇട്ടെറിഞ്ഞു പോയി. ആ 18 വർഷവും അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പരാതിയില്ല. അദ്ദേഹം കാണിച്ച മനോഹരമായ ആ ഒരു സബർ, അതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നു, ഇന്നാ വജദ്നാഹു സാബിറ, അദ്ദേഹത്തെ നാം സാബിറായി കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചുകൊണ്ട്. 18 വർഷം അങ്ങനെ കിടക്കണം. 18 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നാൽ തന്നെ നമ്മൾ ആകെ പ്രയാസപ്പെടും. ഇത് 18 മാസമല്ല, 18 വർഷം. അതും ബന്ധുക്കളും അടുത്ത ആളുകളൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ രോഗത്തിന് പുറമേ മാനസികമായ പ്രയാസം ഉണ്ടാകും. നിഅമൽ അബ്ദു, എത്ര നല്ല അടിമയാണ് അയ്യൂബ് എന്ന് നബി സല്ലല്ലാഹു അല്ലാഹു തആല പറഞ്ഞു. അള്ളാഹുവിന്റെ ഷഹാദ
അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പൊ നോക്ക്, പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചോദിച്ച അതേ കാര്യം, അസുഖമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, മക്കളുടെ വിഷയത്തിൽ പ്രയാസമുണ്ട്, അത് പലതും നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം കിട്ടാൻ, നമ്മൾ ചോദിച്ച അതേ കാര്യം കിട്ടാൻ ചിലപ്പോൾ സമയമെടുക്കും. അള്ളാഹുവിന്റെ ഹിക്മത്തായിരിക്കും, അൽ ഹിക്മത്തുർ റബ്ബാനിയ എന്ന് പറയും. ചിലപ്പോൾ അള്ളാഹു തആല നമ്മൾ ചോദിച്ചതിനേക്കാൾ വലിയ കാര്യമായിരിക്കും അള്ളാഹു നമുക്ക് ഉത്തരമായി നൽകുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, മനസ്സിലാക്കാത്ത ആളുകൾക്ക്, വിവരമില്ലാത്ത സാധുക്കൾക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ശരിയാവണ്ണം പ്രാർത്ഥനയിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിച്ച് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുക. നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. എന്നിട്ട് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തിട്ടും എന്നിട്ടും നമ്മൾ ചോദിച്ച അതേ കാര്യം കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ മറ്റൊരു കാരണം അൽ ഹിക്മത്തുർ റബ്ബാനിയ, റബ്ബിന്റെ ഹിക്മത്തായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യദ്ഉ അല്ലാഹ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിഅതു റഹിം. ഏതൊരു മുസ്ലിമും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, ആ പ്രാർത്ഥനയിൽ ഒരു തെറ്റോ അല്ലെങ്കിൽ കുടുംബ ബന്ധം മുറിക്കണമെന്ന കാര്യമോ ഇല്ല എങ്കിൽ അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുക മൂന്നാലൊരു രൂപത്തിലായിരിക്കും. ഉത്തരം കിട്ടും മൂന്നിലൊരു രൂപത്തിലായിരിക്കും. ഒന്ന്, ഇമ്മ അൻ തുഅജ്ജല ലഹു ദഅവതു, ഒന്നുകിൽ അവൻ ചോദിച്ച അതേ കാര്യം കിട്ടും. ഇതിലാണ് നമ്മൾ സാധാരണ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയെന്ന് പറയാം, ചോദിച്ചത് കിട്ടിയാൽ മാത്രം. ശരിക്കും അങ്ങനെ മാത്രമല്ല അള്ളാഹു തആല ഉത്തരം കൊടുക്കുക. ഒന്നുകിൽ ചോദിച്ചത് തന്നെ നൽകും. വേറെ രണ്ട് രൂപത്തിൽ കൂടി അള്ളാഹു തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നുണ്ട്. പരലോകത്തേക്കുള്ളൊരു സേവിങ്സ് ആയി അള്ളാഹു മാറ്റിവെക്കും. ഏതാ ഗുണം? പരലോകത്തേക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സൂക്ഷിപ്പ് സ്വത്തായി അത് മാറ്റിവെക്കും. ഇവിടെ നമ്മൾ ചോദിക്കണ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും നിസ്സാര കാര്യമായിരിക്കും. അത് കിട്ടിയാൽ ചിലപ്പോൾ നമ്മുടെ നാശത്തിന് കാരണം അതായിരിക്കും, നമ്മുടെ ഈമാൻ കുറയാൻ കാരണം ചിലപ്പോൾ അതായിരിക്കും. ഇപ്പൊ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, സമ്പത്ത് കൂടിയാൽ ചിലപ്പോൾ നമ്മൾ നശിച്ചു പോകും. പക്ഷെ ഇത് നമ്മൾ അള്ളാഹു പരലോകത്തേക്ക് ഇത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മെച്ചം. മൂന്നാമത്തെ രൂപം അല്ലെങ്കിൽ അവനെ ബാധിക്കാൻ പോകുന്ന ഒരു മുസീബ അള്ളാഹു തആല അവനിൽ നിന്ന് തിരിച്ചുവിടും. നമ്മൾ ചോദിച്ചൊരു കാര്യം ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു, അത് മുഖേന നമ്മൾക്ക് വരാനിരിക്കുന്ന ഒരു മാറാ രോഗം അല്ലെങ്കിൽ ഒരു മാരകമായ അസുഖം, ഒരു വലിയൊരു ആക്സിഡന്റ് ഇല്ലാതെയാക്കും. ഒക്കെ സംഭവിക്കാം. ഏതാ മെച്ചം? അതായിരിക്കും. നമ്മൾക്ക് പൈസ കിട്ടിയിട്ട് പിറ്റേന്ന് നമ്മൾ ഒരു സ്ട്രോക്ക് വന്ന് തളർന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ അനുഭവിക്കാൻ സാധിക്കൂല. നമ്മൾക്കൊരു 1 കോടി റുപ്യ നമ്മുടെ കയ്യിൽ കിട്ടി, പിറ്റേ ദിവസം നമ്മൾക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്തൊരു അസുഖം വന്നു. എന്തുകൊണ്ട് കാര്യം? ഉറക്കല്ല. എന്തുകൊണ്ട് കാര്യം? അതുകൊണ്ട് ഈ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾക്ക് നല്ലത് മാത്രമേ ചിന്തിക്കാൻ വിശ്വാസിക്ക് പറ്റൂ. അള്ളാഹിനെ കുറിച്ച് എപ്പോഴും നല്ലത് വിചാരിക്കാം. ഇതാണ് മറ്റൊരു തടസ്സം. അപ്പോ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ നമ്മളുടെ ഇത് ഈ പറഞ്ഞ അൽ ഹിക്മ റബ്ബാനിയ, ഇതും നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ ഇങ്ങോട്ട് പോകണ്ടോ പരിപാടിക്ക്? പരിചയം ഇത് പലരും കേട്ട ഒരു സംഭവമായിരിക്കും. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് ഒരിക്കൽ ബസ്രയിൽ അങ്ങാടിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ജനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി. അവർ ചോദിച്ചു, യാ അബ ഇസ്ഹാഖ്, ഇന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹു തആല പറയുന്നു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് ദുആ ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. വനഹ്നു നദ്ഉ ഫലാ യുസ്തജാബു ലനാ,
ഞങ്ങൾ കുറെ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്താണ് കാരണം? അദ്ദേഹം പറയുന്നു, لأن قلوبكم ماتت بعشرة أشياء. 10 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം മരിച്ചു പോയിരിക്കുന്നു. എന്തൊക്കെയാണ് ആ 10 കാര്യങ്ങൾ? അവർ പറഞ്ഞു, വമാഹിയ, എന്താണ് ആ 10 കാര്യങ്ങൾ? അദ്ദേഹം പറയാൻ, ഒന്നാമത്തേത് അന്നക്കും അറഫ്തുമുല്ലാഹ ഫലം തുഅദ്ദു ഹഖ്ഖഹു. നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ അവന് കൊടുക്കേണ്ട ബാധ്യതകൾ നിറവേറ്റുന്നില്ല. റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ അവന് കൊടുക്കേണ്ട കടമകൾ, അവന്റെ അവകാശങ്ങൾ നിങ്ങൾ നിറവേറ്റിയിട്ടില്ല. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് ഇദ്ദഅയ്തു മുഹബ്ബൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനോട് ഭയങ്കര ഇഷ്ടമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. വലം തഅമലു ബിസുന്നതിഹി. പക്ഷെ അദ്ദേഹത്തിന്റെ സുന്നത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ല. റസൂലിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ സുന്നത്ത് നിങ്ങളുടെ ജീവിതത്തിലില്ല. മൂന്നാമത്തെ ഖറഅതുൽ ഖുർആൻ വലം തഅമലു ബിഹി. ഖുർആൻ നിങ്ങൾ ഓതുന്നുണ്ട്, പക്ഷെ അതനുസരിച്ച് നിങ്ങൾ ജീവിതത്തിൽ അതിനെ കൊണ്ടുവരുന്നില്ല, ഖുർആനിനെ അമലാക്കുന്നില്ല. അകൽതും നിഅമത്തല്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നു. വലം തുഅദ്ദു ശുക്രഹ. പക്ഷെ അതിന് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല. ഖുൽതും ഇന്ന ശൈത്താന അദുവക്കും. ഇന്ന ശൈത്താന അദുവക്കും. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് നിങ്ങൾ പറയുന്നു. വവാഫഖ്തുമു. പക്ഷേ നിങ്ങൾ അവനോട് യോജിച്ചാണ് പ്രവർത്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. ശൈത്താന്റെ തന്ത്രം വളരെ ദുർബലമാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ദുർബലമായ തന്ത്രത്തിലാണ് നമ്മളൊക്കെ പലരും പെട്ടുകിടക്കുന്നത്. വളരെ ദുർബലമായ, യഥാർത്ഥ വിശ്വാസികൾക്ക് അവന് യാതൊരു സ്വാധീനമില്ല എന്ന് പറയുന്നുണ്ട് ഖുർആനിൽ തന്നെ. ഇന്ന കൈദ ശൈത്താനി കാന ദഈഫ. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്. അപ്പൊ ആ വലയത്തിൽ കൂടി പലതും, രഹസ്യ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഒഴിവാക്കാൻ പറ്റാത്ത പല തിന്മകൾ, ഇത് ശൈത്താന്റെ വലയത്തിലാണ് ഉള്ളത്. ശൈത്താൻ നമ്മുടെ ശത്രു എന്ന് പറഞ്ഞിട്ട് ശൈത്താന്റെ കൂടെയാണ് അവന് ശൈത്താൻ ഇഷ്ടമുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത്. എത്രയോ ആളുകൾ. അല്ലാഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖുൽതും ഇന്നകും മുസ്താഖൂന ലിൽ ജന്ന. നിങ്ങൾക്ക് സ്വർഗം കിട്ടണം, സ്വർഗത്തിലേക്ക് എത്തണമെന്ന ആഗ്രഹമുണ്ട്. ഫലം തഅമലു ലഹ. പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ പണിയെടുക്കുന്നില്ല. സ്വർഗത്തിലേക്ക് എത്താനുള്ള പണിയെടുക്കണം. ഖുൽതും ഇന്നകും തഖാഫൂന മിനൻ നാർ. നിങ്ങൾ നരകത്തെ പേടിയാണെന്ന് പറയുന്നു. ഫലം തഹ്റുബു മിൻഹാ. പക്ഷെ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നില്ല. അതിലേക്ക് എത്തുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റുന്നില്ല. ആ വഴി സ്വീകരിച്ചാൽ, ആ കാര്യം ചെയ്താൽ, അത് പറഞ്ഞാൽ, അങ്ങനെ സമ്പാദിച്ചാൽ നരകത്തിലേക്കാണ് എത്തുക എന്ന് പറയുമ്പോൾ പേടിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല. ഇതാണ് കാര്യം. എത്രയോ കാര്യങ്ങൾ അങ്ങനെയാണ്. ഖുൽതും ഇന്നൽ മൗത ഹഖ്ഖുൻ. ഇന്നൽ മൗത ഹഖ്ഖുൻ. മരണം സത്യമാണെന്ന് നിങ്ങൾ പറയുന്നു. വലം തസ്തഇദ്ദു ലഹു. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നില്ല. നമുക്ക് ഇന്ന് എത്രയോ ആളുകൾ മരിച്ചു. എത്രയോ ആളുകൾ ഇന്ന് മരിച്ചിട്ടുണ്ട്. 1.5 ലക്ഷം ആളുകൾ ദിവസവും മരിക്കുന്നുണ്ടാണ് ആവറേജ് കണക്ക്. ലോകത്ത് 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഡെയിലി മരിക്കുന്നുണ്ട്. ഡെയിലി. സുബ്ഹാനല്ലാഹ്. ഇന്നലെ 1 ലക്ഷം, ചുരുങ്ങിയത് 1.5 ലക്ഷം, ചില ദേശങ്ങളിൽ കൂടുതൽ ഉണ്ടാകും. ഒരു ആവറേജ്. നമ്മുടെ കൂടെയുള്ള എത്രയോ സഹോദരങ്ങൾ, നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ മരിച്ചുപോയി. പക്ഷേ മരിക്കുമെന്നുള്ള എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. മരണം മരിക്കൂല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? തമാശക്ക് പോലും ആരും പറയില്ല. ദീനിനെ തമാശയാക്കുന്ന ആളുകൾ പോലും മരിക്കൂല എന്ന് പറയില്ല. പക്ഷെ ഞാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഇസ്തഗൽതും ബിഉയൂബിൻ നാസ്. ഇതാണ് നമ്മളെ മറ്റൊരു പണി. മറ്റുള്ളവരുടെ കുറവുകൾ ഇങ്ങനെ ചിന്തിച്ച് അതിലാണ് നമ്മൾ വ്യാപൃതരായിട്ടുള്ളത്.
വനസീതും ഉയൂബക്കും, നിങ്ങളുടെ ന്യൂനതകൾ നിങ്ങൾ മറന്നിരിക്കുന്നു. എന്താണ്? നമ്മൾക്ക് എന്തൊക്കെ കുറവുകളുണ്ട് അത് നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം. മറ്റുള്ളവരുടെ കുറവുകളെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ട്, ഒരാൾ മറ്റുള്ളവരുടെ മറ്റുള്ളൊരുത്തന്റെ കണ്ണിൽ ചെറിയ കരട് അവൻ കാണും. പക്ഷെ അവന്റെ കണ്ണിലുള്ള വയൻസൽ ജിദഅ ഫി ഐനിഹി, അവന്റെ കണ്ണിലുള്ള വലിയ മരത്തടി അവൻ കാണൂല. യുബ്സിറു അഹദുക്കും അൽഖദാ ഫി ഐനി അഖി, തന്റെ സഹോദരന്റെ കണ്ണിലുള്ള ചെറിയ കരട് അവന് കാണും. എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരന്റെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ അവന് കണ്ടെത്തും. വയൻസൽ ജിദഅ മിൻ ഐനിഹി ഫി ഐനിഹി, അവന്റെ കണ്ണിൽ വലിയ മരത്തടി ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഗുരുതരമായ കുറവുകൾ അവന്റെ അടുത്തുണ്ട്, അതവൻ മറക്കും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അവസാനത്തെ ഒരു കാര്യം, ദഫൻതും മൗതാക്കും, എത്രയോ മരിച്ച ആളുകളെ നമ്മൾ മറമാടി പോന്നിട്ടുണ്ട്. വലം തഅതബിറൂ ബിഹിം, അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അടുത്ത നമ്മുടെ സഹോദരൻ തൗഫീഖ് മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഖബറടക്കുന്നതിൽ ദഫൻ ചെയ്യുന്ന പ്രവർത്തനത്തിലൊക്കെ പലരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എത്രയോ ആളുകൾ അങ്ങനെ മരിച്ച് അവരെ മറമാടി പോന്നിട്ടുണ്ട് നമ്മൾ. പക്ഷേ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, അതുപോലെ ഞാനും ഒരിക്കലും ചിലപ്പോ പെട്ടെന്ന് മരിച്ച ആളുകളൊന്നും ഒരിക്കലും ആ മരണത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകൂല. ഇന്ന് ഞാൻ മരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാകൂല ആ രാവിലെ അയാൾ ഉണർന്നിട്ടുണ്ടാകുക. നമുക്ക് സുബ്ഹാനല്ലാഹ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും നമ്മളൊക്കെ ഇതൊക്കെ എത്രത്തോളം നമ്മൾ പറയുന്ന, ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ഇതൊക്കെ ഗൗരവത്തിൽ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം എത്രത്തോളം ചിട്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മൾ പലതും കേട്ടതാണ്. ശരിക്കും ബുദ്ധി അതാണല്ലോ. ഇന്ന് മരിക്കും, ചിലപ്പോൾ ഇന്ന് മഗ്‌രിബിന് ശേഷം മരിക്കാം, മഗ്‌രിബിന് മുമ്പ് മരിക്കാം. ഇങ്ങനെ യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത മനുഷ്യർ ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊക്കെ അതിൽ പെട്ടത് തന്നെയാണ്. നമ്മളെ പ്രശ്നമാണ്. ശരിക്കും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏത് സമയത്തും മരിക്കും. അതുകൊണ്ട് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ആലോചിച്ചും ചിന്തിച്ചും, ഇത് ചെയ്താൽ എനിക്ക് പരലോകത്ത് എന്ത് കിട്ടും എന്ന് ചിന്തിച്ച് ചെയ്താൽ എന്തും പരലോകത്ത് നേട്ടമുണ്ടാക്കാൻ, അങ്ങനെ ഒരു ചിന്ത ആ രൂപത്തിൽ നമുക്ക് സാധിച്ചാൽ നമുക്ക് ഏത് സമയത്തും മരണം വന്നാലും പ്രശ്നമല്ല. ഏത് സമയത്തും മരണം വന്നാൽ പ്രശ്നമല്ല. നമ്മൾ സുഹൈർ ഇബ്നു നുഐം റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, അതൗസി ബിശൈ, താങ്കൾക്ക് എന്നോട് എന്തെങ്കിലും വസിയത്ത് ചെയ്യാനുണ്ടോ? കേട്ടതായിരിക്കും ചിലപ്പോൾ. അദ്ദേഹം പറഞ്ഞു, അതെ, എനിക്ക് ഒരു വസിയത്തുണ്ട്. യഹ്ദർ അൻ യഅഖുദകല്ലാഹ് വഅൻത അലാ ഗഫ്ല, നീ സൂക്ഷിക്കണം, അള്ളാഹു നിന്നെ പിടികൂടുന്ന സമയത്ത് നീ അശ്രദ്ധയിലായിരിക്കുകയാണ്, അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാതെ ചിന്തയില്ലാതെ ജീവിക്കുന്ന സമയത്താണ് അള്ളാഹു നിന്റെ മരണം നിശ്ചയിച്ചത് എങ്കിൽ, ആ സമയത്താണ് അള്ളാഹു നിന്നെ പിടികൂടുന്നതെങ്കിൽ അതിന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈമാനികമായി കുറവുള്ള അല്ലെങ്കിൽ ദീനിയായ ശ്രദ്ധ ഇല്ലാത്ത സമയത്താണ് നമ്മളെ അള്ളാഹു പിടികൂടുന്നെങ്കിൽ അതിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഏത് സമയത്തും മരണം വരാം, അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറാകാനാണ്. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെല്ലാവരെയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പഠിച്ചത് ജീവിതത്തിൽ പകർത്താൻ, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ദീൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പഠിക്കുക. അതിനൊരുപാട് സംവിധാനങ്ങളുണ്ട്. അത് ജീവിതത്തിൽ പരമാവധി പകർത്തുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതിന് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അതിൻ്റെ ബാധ്യത നിറവേറ്റാൻ പറ്റുക. നമുക്ക് കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഇത്തരം ദീനിയായ സംവിധാനങ്ങൾ സംഘടിപ്പിക്കാനും
അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ദഅവ സംരംഭങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ പങ്കെടുക്കുക. നമ്മൾ ചെറിയൊരു സംഘമാണ്, നമ്മൾക്കെല്ലാം പറ്റുന്ന ചെയ്യുന്നത് വൃത്തിക്ക് ചെയ്യാം. നമ്മൾക്ക് പറ്റുന്നിടത്തൊക്കെ സഹകരിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് പാലപ്പെട്ടിയിലൊരു പബ്ലിക് പരിപാടി ഉണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് പോയിട്ട് ഒന്നവിടെ പോയിരുന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മളതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾക്കുള്ള ദഅവയാണ്. ആളുകൾ 1-2 ആളുകളാണെങ്കിലും എത്ര ആളുകളാണെന്ന് കേട്ടാൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഗുണം ഉണ്ടാകും. നമ്മളെ ബാധ്യതയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ എല്ലായിടത്തും നമുക്ക് വ്യാപകമായിട്ട് പറ്റുന്ന രൂപത്തിൽ ഇവിടെ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കണില്ലേ, ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ സഹകരിക്കും. ശരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മൾക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതുപോലുള്ള സംവിധാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഇഖ്ലാസോടുകൂടി. ഇഖ്ലാസ് ഇല്ലെങ്കിൽ പിന്നെ അതിന് പണിയെടുത്തിട്ട് കാര്യമില്ല. നമ്മൾക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, ചെറുതാണെങ്കിൽ അതിന് വലിയ ഫലം ഉണ്ടാകും. വലിയ സെറ്റപ്പിൽ ചെയ്തിട്ട് ഇഖ്ലാസും സിദ്ഖും ഇല്ലെങ്കിൽ അതൊക്കെ ചൂളിപ്പോകും. അതുകൊണ്ട് ചെയ്യുന്ന പണി ഏറ്റവും വൃത്തിക്ക് ചെയ്യുക. ചിലപ്പോൾ അതിന്റെ ചെറിയ സംവിധാനമായിരിക്കും, പക്ഷെ അതിൽ വലിയ ബറക്കത്ത് അല്ലാഹു നൽകിയാൽ അതിന്റെ ഗുണം വലുതായിരിക്കും. നമ്മളൊരു സംവിധാനം ഒരു കാര്യം സംഘടിപ്പിച്ചു, ചിലപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യന് മാറ്റം സംഭവിച്ചു. ചിലപ്പോൾ അയാളിലൂടെ ചിലപ്പോൾ 1000 മാറും. അപ്പൊ അതിനുള്ള സബബായതാണ് നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ ചെയ്യാം. ആരെയും ബോധ്യപ്പെടുത്താനോ മറ്റുള്ളവരുടെ മത്സരത്തിനൊന്നുമല്ല. അങ്ങനെയൊക്കെ ചിന്ത വന്നാൽ കഴിഞ്ഞു. അങ്ങനെ ചിന്ത വരരുത്. ഇല്ല, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാകണം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇതിനു വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത് റബ്ബിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും മറ്റു ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ആ പണിക്ക് നിൽക്കേണ്ട കാര്യമില്ല. എന്നിട്ട് കാര്യമില്ല. എനിക്ക് നാളെ പരലോകത്തിന് കൂലി കിട്ടണം ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം ഈ പണിക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ സമയം പോകും, നഷ്ടമാണ്, കുറ്റവും കിട്ടും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെല്ലാവരെയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഇവിടെ നിസ്കാരം നടക്കില്ലല്ലോ.